ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ ലോങ് വീഡിയോ കിട്ടിയിട്ട് കുറച്ചധികം ദിവസമായില്ലേ. ചെറിയ ചെറിയ തിരക്കുകളും പിന്നെ ഇവിടെ നല്ല തണുപ്പായതിൻ്റെ കുറച്ച് മടിയും കൂടെ ആയിപ്പോയി. സാരില്ല, നമുക്ക് പതുക്കെ എല്ലാം ഇട്ട് തുടങ്ങാം. വീഡിയോ ഒക്കെ വരുന്നതാണ് പിന്നാലെ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു ട്രാവൽ വ്ലോഗാണ്. നമ്മളിവിടെ ലുസാക്കിൽ നിന്ന് ലിവിങ്സ്റ്റണിലായിട്ടൊരു ട്രിപ്പ് പോയായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാവരും കൂടെ ഒരു വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ ചേച്ചി രാഗേഷേട്ടൻ അവരുടെ വീട്ടിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. എല്ലാവരും കൂടെ രാവിലെ 4 മണിയാകുമ്പോഴേക്കും അവിടെ എത്തി. പിന്നെ നമ്മുടെ ലഗേജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്യുന്ന സമയമാണിത്. പിന്നെ നമ്മൾ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റും എടുത്തായിരുന്നു. നമ്മളെന്തായാലും അവിടെ എത്തുമ്പോഴേക്കും ഒരു 7-8 മണിക്കൂറാവും. രാവിലെ 4 മണി 4:30 തുടങ്ങിയാലും നമ്മൾ ലിവിങ്സ്റ്റണിൽ എത്തുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഒരു 12 മണിയാവുന്ന പ്രതീക്ഷയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഇടയ്ക്കൊക്കെ നിർത്തേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ 4:30 ആയപ്പോഴത്തേക്ക് എല്ലാം വണ്ടിയിൽ കയറ്റി 4:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ യാത്ര തുടങ്ങി. നമ്മളങ്ങനെ കുറച്ചധികം ദൂരം പോയി. മക്കളെല്ലാം നല്ല ഉറക്കമായിരുന്നു. അവർക്ക് എണീറ്റപ്പോഴത്തേക്ക് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ എല്ലാവരും കൂടെ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി. അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിക്കൽ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങി. ലുസാക്കിയിൽ നിന്നും ലിവിങ്സ്റ്റണിലോട്ട് ഒരു 500 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ ഒരു 7 മണിക്കൂറൊക്കെയാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. ഞങ്ങൾ 4-4:30 ഇറങ്ങി അവിടെ ഒരു 11 മണിക്ക് എത്തി. അങ്ങനെ ഒരു 11 മണിയപ്പോഴത്തേക്ക് ഞങ്ങൾ ലിവിങ്സ്റ്റണിലെത്തി. ലുസാക്കിന് ലിവിങ്സ്റ്റണിലേക്ക് ഒരു 6.5 മണിക്കൂറൊക്കെ എടുത്തുള്ളൂ ഞങ്ങൾക്ക്. ഇവിടെ ഒരു ഏപ്രിൽ-മെയ് ടൈമിൽ ഭയങ്കര തിരക്കുള്ള ഒരു സമയം. അതുകൊണ്ട് തന്നെ 1 മാസം മുന്നേ ഞങ്ങൾ റൂമൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. ഈ ഒരു സമയത്ത് 2-3 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടുമ്പോൾ എല്ലാവരും ഒരുവിധം പോകാൻ ശ്രമിക്കാറുണ്ട് ഇവിടെ. നമ്മളും ഏപ്രിലിൽ ഒരു 3 ഡേയ്സ് അടുപ്പിച്ച് ലീവ് കിട്ടിയപ്പോൾ ട്രൈ ചെയ്താൽ, പക്ഷെ ഞങ്ങൾക്ക് റൂം കിട്ടിയില്ല അന്ന്. എന്നിട്ട് ഞങ്ങൾ അന്ന് പോയില്ല. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ മെയ്യിൽ ഒരു 3 ഡേയ്സ് അടുപ്പിച്ച് ലീവ് ഉണ്ടായിരുന്നു. ആ ഒരു ഡേറ്റിന് വേണ്ടി റൂമൊക്കെ വിളിച്ച് മുന്നേ കുട്ടിയെ ബുക്ക് ചെയ്തെല്ലാം റെഡിയാക്കിയായിരുന്നു. അങ്ങനെ ദേ ഞങ്ങൾ രാവിലെ ഒരു 11 മണിയായപ്പോഴത്തേക്ക് നമ്മുടെ റിസോർട്ടിൽ എത്തിയായിരുന്നേ. അങ്ങനെ നമ്മളവിടെ പോയി. ഞങ്ങളെല്ലാവരും അവിടെ പാർക്കിംഗ് ഏരിയയിൽ വെറുതെ നിൽക്കുമായിരുന്നു. അപ്പോൾ ചേട്ടന്മാർ പോയിട്ട് റൂമൊക്കെ റെഡിയാക്കി വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയിരിക്കുക. അപ്പോൾ അവിടെ നിൽക്കുന്നിടത്തുള്ള കാഴ്ചകൾ അതെല്ലാം. പിന്നെ എൻ്റെ മക്കളുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, പേരിന് പറയാൻ ഒരുപാട് ചെരുപ്പും ഷൂ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 5 മിനിറ്റ് ഇടും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇടാൻ ഇഷ്ടമല്ല. ഇത് കണ്ടോ വാവ ഷൂ ഇടാതെ നടക്കുന്നത്. നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൽ ഒത്തിരി അനിമൽസിനെ കാണാൻ പറ്റും. അതേ കണ്ടോ, ഇപ്പോൾ ഒരു മാന കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും അതിൻ്റെ അടുത്തേക്ക് പോയിരിക്കാം. അപ്പോൾ ചേട്ടന്മാരെല്ലാവരും റൂമൊക്കെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഇച്ചിരി സമയം എടുക്കും ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക പറഞ്ഞു.
അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുക. നമ്മളിവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് വേണ്ട 3 ദിവസത്തേക്കുള്ള ഫുഡൊക്കെ അവിടെ പറഞ്ഞു വെച്ചായിരുന്നു. അവിടെ ഒരു ചേച്ചിയുണ്ട്, മലയാളി ചേച്ചിയാണ്. ചേച്ചിയുടെ നാട് മലപ്പുറത്താവുന്ന. അപ്പോൾ അവർ ഇങ്ങനെ ഹോംലി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്രയും പേര് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഇത്രയും പേര് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത്രയൊക്കെ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഓരോ നേരത്തേക്കുള്ളതും മുന്നേ അവരെ അറിയിച്ചായിരുന്നു. അതിനനുസരിച്ചിട്ട് നമ്മൾ ചെല്ലുന്ന ദിവസത്തേക്ക് തന്നെ അവർ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചത്തേക്ക്. അപ്പോൾ നമ്മൾ റൂമൊക്കെ റെഡി ആവാൻ സമയം എടുക്കുകൊണ്ട് നമ്മൾ ആ സമയം കൊണ്ട് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പോൾ പോയി വന്നപ്പോഴത്തേക്ക് ഇതേ റൂമൊക്കെ റെഡിയായി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ റൂമിലേക്ക് നമ്മുടെ പെട്ടിയൊക്കെ എടുത്തിട്ട് പോകുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒത്തിരി അനിമൽസിനെ കാണാൻ പറ്റും. എൻ്റെ ഒരാളും കൂടെ വരുന്നുണ്ട്. ഇനി അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് സീബ്ര, ജിറാഫ്, മങ്കി, അങ്ങനെ ഒത്തിരി അനിമൽസ് ഉണ്ട്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒത്തിരി സീബ്ര ഉണ്ടെന്ന്. ഇത് ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഒരാൾ ഞങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒത്തിരി സീബ്ര ഉണ്ട്. അവർക്കൊന്നും നമ്മളെ അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. നമുക്ക് അടുത്തൊക്കെ പോയി നിൽക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് ആർക്കും. ഞങ്ങളൊക്കെ അടുത്ത് പോയി നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പ്രസംഗങ്ങൾ നടത്തിയതാണ്. അങ്ങനെ നമ്മൾ ഈ വണ്ടി റൂമിലേക്ക് എത്താറായപ്പോഴത്തേക്ക് ഇതേ ചേട്ടന്മാരൊക്കെ നടന്നങ്ങ് എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി കാഴ്ചകൾ കാണാം. നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ. റിവർ സൈഡും അങ്ങനെയൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാൻ. അപ്പം നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി കാണാം. പിന്നെ ഞാൻ ഈ സീബ്രേന്റെ അടുത്ത് പോയി നിൽക്കാന്ന് പറഞ്ഞതേ, തൊട്ടടുത്ത് പോയി നിന്ന് നമ്മൾ നാട്ടില് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശു അതിനൊക്കെ തൊടുന്ന പോലെയൊന്നും പറ്റത്തില്ലേ. ഞാൻ പറഞ്ഞതേ ഇങ്ങനെയൊക്കെ കുറച്ച് വിട്ട് നിന്ന് കാണാം. അവർക്ക് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പേടി, അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരിക അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ വല്ലാണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവര് തൊഴിക്കാൻ വരുമായിരിക്കും. പക്ഷെ അല്ലാതെ നമ്മളെ കാണുമ്പോൾ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. അവര് എന്നും കാണുന്നതല്ലേ, അങ്ങനെ വലിയ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെ ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ നാട്ടിലത്തെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശുവിനെയൊക്കെ തൊടാൻ പോകുന്ന പോലെ പോയി കഴിഞ്ഞാൽ ഇവര് നമ്മളെ അറ്റാക്ക് ചെയ്യാനൊക്കെ വരുവേ. അപ്പൊ ഇത് ഞങ്ങളെല്ലാവരും റെഡിയായി പുറത്തുനിന്ന് കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇഷ്ടം പോലെ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് പറയുന്നില്ലേ. ഇത് എത്ര ശരിയാന്ന് നോക്കി. ഇത് റോഡ് സൈഡിൽ കാണുന്ന കാഴ്ചയാണ്. ആനകളെല്ലാം കൂടെ കൂട്ടം കൂടി നിൽക്കുക. അപ്പൊ ഞങ്ങൾ അവിടെ കുറച്ചേരം നിർത്തിയിട്ട് കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോയത്.
മാറിയിരിക്കാനാ പറഞ്ഞത്. ഞങ്ങൾ യാത്ര പോയ ദിവസം രാകേഷിന്റെ അമ്മേന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ചെറുതായിട്ട് അതങ്ങ് ആഘോഷിച്ചേ. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ് കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് എത്തി. അവിടെ എല്ലാവരും കൂടെ കുറച്ചേരം ഇരുന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് ഡിന്നർ കഴിക്കാൻ നേരമായി. ഞങ്ങൾ മുന്നേ എല്ലാം ഓർഡർ ചെയ്തായിരുന്നു ഞങ്ങൾക്ക് വേണ്ട ഫുഡിൻ്റെ ഒക്കെ. അപ്പം ആ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കാനും പോയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലോട്ട് വന്നു. എല്ലാവരും നല്ല ടയർഡായിരുന്നു. രാവിലെ 4 മണിക്ക് തുടങ്ങിയതല്ലേ. അപ്പം എല്ലാവരും അവരവരുടെ റൂമിൽ പോയി. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ലിവിങ്സ്റ്റൺ ട്രിപ്പിന്റെ ഡേ 1 വിശേഷങ്ങളെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം അടുത്ത് തന്നെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.